ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ ഡെക്കറേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്പഞ്ച് ഞാൻ വാനില സ്പോഞ്ച് കേക്കില്ലേ അതിൻ്റെ സ്പഞ്ച്, പക്ഷേ അതിൽ നമ്മൾ പാല് മിക്സ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഞാൻ ആ പാലിൽ കുറച്ച്, അതായത് ഒരു പാക്കറ്റ് 5 രൂപയുടെ പാക്കറ്റ് ബൂസ്റ്റ് ഇല്ല അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് സ്പഞ്ച് ഉണ്ടാക്കിയത്. ഇനി അത് എൻ്റെ വീഡിയോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാനത് ആ വീഡിയോ ഇടുന്നതാണ് കേട്ടോ. അങ്ങനെ സ്പഞ്ച് 3 ലെയറായി കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ പിന്നെ ഓരോ ലെയറിൽ വിപ്പിംഗ് ക്രീം, അപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ 5 രൂപ വരെ ഒരു ബൂസ്റ്റിൻ്റെ ഒരു പാക്കറ്റ് പൊട്ടിച്ച് ബീറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ലെയറിൽ ക്രീം തേക്കുമ്പോൾ അതുപോലെ കാരമൽ നട്ട്സാണ് ഇടുന്നത്. അതുപോലെ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് മിൽക്ക് മെയ്ഡ് കുറച്ച് ഒഴിക്കുക കേട്ടോ. പിന്നെ ഞാൻ മിൽക്ക് മെയ്ഡ് കുറച്ച് ഒഴിച്ചു. കാരമൽ നട്ട്സ് ബദാമാണ് കേട്ടോ ഞാൻ എടുത്തത്. അത് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഇല്ല അതിൻ്റെ കുറച്ചും, അങ്ങനെ ഞാൻ 3 ലെയറും ഫില്ല് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ക്രം കോട്ടിങ്ങിനാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്രം കോട്ടിങ് ചെയ്യാൻ ചിലർ ക്രം കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ വീണ്ടും ക്രീം തേക്കുമ്പോൾ നന്നായി ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. അതല്ല, ചിലർക്ക് ഒറ്റയടിക്ക് തന്നെ ചെയ്യാൻ പറ്റും. അതായത് ക്രം കോട്ടിങ് ചെയ്ത് അപ്പോൾ തന്നെയാണ് ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് പിന്നെ ഫിനിഷിങ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ക്രം കോട്ടിങ് ചെയ്തിട്ട് കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. കാരണം എന്ന് വെച്ചാൽ ഒന്നുകൂടി നല്ല ഫിനിഷിങ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സംഭവം, അടിപൊളി സംഭവമാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ അത്. കാരണം അതിന് ബൂസ്റ്റ് നമ്മൾ ഇടുന്നത് കൊണ്ട് വിചാരിക്കും ഭയങ്കര ബൂസ്റ്റിൻ്റെ സ്മെല്ലുണ്ടാവുന്നു. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ഓവറായിട്ട് ഉണ്ടാവുന്നു. പക്ഷെ അതൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇതൊന്ന് ഉണ്ടാക്കി ആദ്യം കഴിച്ചു നോക്ക്. അടിപൊളി സംഭവമാണ്, അടിപൊളി കേക്കുമാണ്. അപ്പം ഞാനത് ക്രം കോട്ടിങ് ഒന്ന് കഴിഞ്ഞ്, അപ്പോൾ ഞാനൊന്ന് ഒരു 10-15 മിനിറ്റാണ് ഞാനത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഞാനത് ഒരുവിധം ഫിനിഷിങ് എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് വീണ്ടും എടുത്തു. എന്നിട്ട് ഞാൻ വീണ്ടും ക്രീം തേച്ച് ഒന്നുകൂടി ഫിനിഷിങ് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി കസ്റ്റമർ ഡിസൈനൊന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം. കസ്റ്റമർ ഡിസൈൻ തരുമ്പോൾ നമുക്ക് ആകെ ഒരു ടെൻഷനാണ്. കാരണം അവർ വിചാരിച്ച രീതിയിലായോ ഇല്ലേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. ഇത് മോളുടെ ഫ്രണ്ടിൻ്റെ ഒരു കേക്ക് ഓർഡറാണ്. അതുകൊണ്ട് അവർ ഇടയ്ക്ക് എനിക്ക് ഓർഡർ തരാറുണ്ട് കേട്ടോ. പക്ഷേ അവർ ഡിസൈനൊന്നും തരാറില്ല. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ, നല്ല ടേസ്റ്റുള്ള കേക്ക് എന്നാണ് അവർ പറയാട്ടോ. അപ്പോൾ ഞാൻ ആ ലെവലിൽ നല്ല സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല ടേസ്റ്റിന് അവർക്ക് ആ കുട്ടിയുടെ അമ്മേരെ അപ്പൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്കാണ് കേട്ടോ. അപ്പോൾ ശരിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എനിക്കിഷ്ടമുള്ള കേക്കാണ് സ്പാനിഷ് ഡിലൈറ്റ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ലെയർ ഇങ്ങനെ മുറിച്ചിട്ട് ഒരു കഷ്ണം കഴിക്കുമ്പോൾ നമ്മുടെ കാരമൽ നട്ട്സിൽ അത് കുറച്ച് ഇങ്ങനെ കടിക്കും ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ടേസ്റ്റും ബൂസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ ലെയറുകൾ ഒന്ന് നമ്മൾ കുതിർത്താൻ, അതായത് ഒന്ന് സോക്ക് ചെയ്യാൻ നമ്മൾ എടുക്കണത് പാലിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കുക. അതുപോലെ തന്നെ ബൂസ്റ്റിൻ്റെ 5 രൂപ പാക്കറ്റ് ഉണ്ടല്ലോ അതും ഒഴിക്കുക. അതിലാണ് നമ്മളിത് സോക്ക് ചെയ്യണത്. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് വയറിടും, നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ എനിക്ക് ഇഷ്ടം കുറേ നാളെ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കാണണം കേട്ടോ. അങ്ങനെ അത് ഗോൾഡൻ ഡസ്റ്റിൽ മുക്കിയിട്ട് ഡിസൈൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്കിലും അതൊന്ന് ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ, അതായത് കുറച്ചിട്ട് ഗോൾഡൻ ഡസ്റ്റ് എടുത്തു, അത് കുറച്ച് വെള്ളം അധികം പാടില്ല. എന്നിട്ട് നമുക്ക് ഈ കുക്കീസിൻ്റെ കട്ടർ ഉണ്ടല്ലോ, അപ്പോൾ എൻ്റെ കയ്യിൽ ഹാർട്ടിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇങ്ങനെ മുക്കിയിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ ഹാർട്ട് ഷേപ്പിൽ കൊടുത്തുട്ടാ. പിന്നെ കുറച്ച് വൈറ്റ് പേള് അങ്ങനെ ഡിസൈൻ അങ്ങനെ കൊടുക്കാൻ വെച്ചിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു. അത് കഴിഞ്ഞ് മുകളിൽ ഞാൻ വിചാരിച്ചു റൗണ്ട് ഉള്ള കുക്കീസിൻ്റെ കട്ടർ എടുത്തിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തു കേട്ടോ. പക്ഷേ ചെയ്ത് വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ മുകളിൽ ഞാൻ വിചാരിച്ചു പേരൊന്നും അവർക്ക് എഴുതണ്ട, വെഡിങ് ആനിവേഴ്സറി എന്ന് മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സ്റ്റിക്കാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുത്തി നിർത്തി വയ്ക്കുന്നതിന് എന്നുള്ളത് അതിൻ്റെ ആ സ്റ്റിക്കിൻ്റെ കഷ്ണം, അതായത് ഒരു കോലുണ്ടല്ലോ അത് പൊട്ടിച്ച് കളഞ്ഞിട്ട് നമുക്കത് സെൻറ്ററിൽ വെക്കാമെന്ന്. അപ്പോൾ ഒന്നും കൂടി അടിപൊളിയാവുമെന്ന് വിചാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ ചോക്ലേറ്റ്, നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ അത് ഞാനിങ്ങനെ മെൽറ്റാക്കിയിട്ട് ചോക്ലേറ്റിൻ്റെ മോൾഡ് ഉണ്ട് അതിൽ ഒഴിച്ചിട്ട് ഞാനൊരു 4 പീസ് അതിൻ്റെ മുകളിൽ ഒരു ഡെക്കറേഷൻ അതിൽ ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് പൂശിയിട്ട്, അതായത് ഇങ്ങനെ നല്ല ഡിസൈനൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഒരു 4 പീസ് വെച്ച് കൊടുത്തു. അപ്പോൾ ഒന്നും കൂടി ഭംഗിയായില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായി ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ അടിപൊളി ഒരു കേക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
പിന്നെ ഈ സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ആ വീഡിയോ ഇടുന്നതാണ് കേട്ടോ.